ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതും ബ്രെഡും എഗ്ഗും വെച്ചിട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു ക്യുക്ക് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. റമദാനൊക്കെയല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലോണം ഉപകാരപ്പെടുന്നൊരു ഡിഷായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ബ്രെഡ്, 2 മുട്ട. ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് കാപ്സിക്കം, തക്കാളി പകുതി അരിഞ്ഞത്, കുറച്ച് മല്ലിയില. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് ചീസ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയും സവാളയും ക്യാപ്സിക്കവും തക്കാളിയും അതുപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്ത് ആ സ്ക്വയർ ഷേപ്പ് നമ്മൾ കളയരുതിട്ടോ, അത് ആവശ്യം വരും. ഇപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്യണം. നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ബ്രെഡ് ഇതിലോട്ടൊന്ന് വെച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ബാറ്റർ ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചീസ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചീസ് ഇട്ടാൽ മതി. ചീസ് പിന്നെ ഓപ്ഷണൽ കേട്ടോ. ചീസ് ഉണ്ടായാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ സ്ക്വയർ ഷേപ്പ് ഇതിന് മുകളിലൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടകം എടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 2-3 വട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലെയിം ലോ ആക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും പൊരിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ചീസൊന്നും മെൽറ്റായി വരില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയുണ്ട് നോക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്ലോലി ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോവുകയാണ്. കണ്ടില്ല, ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതവിടെ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ യമ്മി ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നല്ല ഈസിയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ശരി, ബൈ.